ഇന്ന് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ 98ാമത് സമാധി ദിനമാണ്. ഒരു സാധാരണ സന്യാസിയുടെ മരണമല്ല സമാധി. അതൊരു യോഗാക്രമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ അവസാനം, ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാനം അദ്ദേഹമാണ് നിർണ്ണയിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോകാൻ സമയമായെന്ന് സ്വയം തീരുമാനിക്കുകയും സ്വയം ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് പോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സമാധി. അത് സാധാരണ മനുഷ്യനോ സാധാരണക്കാരനായിട്ടുള്ളൊരു സന്യാസിക്കോ സാധിക്കുന്നതല്ല. പക്ഷേ ഇന്ന് നമ്മൾ സമാധി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ദിവ്യ സന്യാസിമാരുടെ സമാധികളെ അവരുടെ ജീവിതശൈലിയൊക്കെ അപഹസിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ ഇവിടുത്തെ കേരളത്തിലെ പല നവോത്ഥാന നായകന്മാരിൽ ഒരാളായിട്ട് മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണെന്നും അദ്ദേഹം ഒരു ദിവ്യ യോഗിയാണെന്നും സിദ്ധയോഗം പ്രാക്ടീസ് ചെയ്തിരുന്ന അതീന്ദ്രിയനായിട്ടുള്ള ഒരാളാണെന്നും അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ചാൾക്കാർ, അതിൽ പ്രധാനികൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന ഒരു കൂട്ടരാണ് യുക്തിവാദികൾ. ഈ രണ്ടു കൂട്ടരും ഇവിടുത്തെ ഈശ്വരവിശ്വാസവും അല്ലെങ്കിൽ ഹിന്ദു മതവും അല്ലെങ്കിൽ നമ്മുടെ പുരാണ ചരിത്രങ്ങളും ദൈവങ്ങളും ഇത്തരം യോഗാക്രമങ്ങളും യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സന്യാസിമാരും അതൊന്നുമില്ല, അതൊക്കെ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് ശക്തമായിട്ട് വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ്. ശ്രീനാരായണ ഗുരുദേവനെ ഒരു ദിവ്യനായിട്ട് അംഗീകരിക്കാൻ മടിക്കുന്ന അടുത്ത കൂട്ടര് പുറത്തുനിന്ന് വന്ന മതം സ്വീകരിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തുനിന്ന് വന്ന മതം സ്വീകരിച്ച് അവരുടെ കൂടെ പോയതാണ്. ഗുരുദേവന്റെ അതീന്ദ്രിയ ശക്തികളിൽ പലതും അന്നുണ്ടായിരുന്ന പല ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്കും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും അനുഭവവേദ്യമായിട്ടുള്ളവരാണ്. എന്നാൽ സ്വാമികളൊരു ദിവ്യശക്തിയുള്ള ഒരാളാണെന്ന അവരിൽ പലരും അംഗീകരിക്കാൻ മടിക്കുന്നത് ഇവിടുത്തെ ഈശ്വരവിശ്വാസവും ഇവിടുത്തെ ഇത്തരം യോഗ സമ്പ്രദായങ്ങളുമൊക്കെ സത്യമാണെന്ന് അംഗീകരിക്കൽ കൂടിയാകും. അതുകൊണ്ടാണ് അവരതിന് മുതിരാത്തത്. ശ്രീനാരായണ ഗുരുദേവൻ അതീന്ദ്രിയ ശക്തിയുള്ളൊരു സിദ്ധയോഗിയാണ് എന്ന് പറയാൻ മടിക്കുന്ന വേറൊരു കൂട്ടരാണ് ഹിന്ദുമതത്തിൽ തന്നെയുള്ള സവർണരെന്ന് അഭിമാനിക്കുന്നവർ. എല്ലാ സവർണരും അങ്ങനെ അല്ലെങ്കിലും സവർണരിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും ജാതീയ വ്യവസ്ഥയും അനാചാരങ്ങളുമൊക്കെ അങ്ങനെ തന്നെ കൊണ്ടു നടക്കണമെന്നും അതാണ് ശരിയെന്നും ആഗ്രഹിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. ഇനി ശ്രീനാരായണ ഗുരുദേവന്റെ പാത പിന്തുടരുന്നവരാണ് എന്ന അഭിമാനം കൊണ്ട് നടക്കുന്നവർ ഏതെങ്കിലും കാര്യം സ്വാമി പറഞ്ഞത് അനുസരിക്കുന്നവരാണോ? ഒന്നുമില്ലെങ്കിലും ജീവിതശൈലിയിലെങ്കിലും അദ്ദേഹം പറയുന്നത് എന്ത് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ട്? മദ്യം കഴിക്കാതെയോ ശവഭക്ഷണം കഴിക്കാതെയോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ശ്രീനാരായണീയൻ എന്ന് അഭിമാനിക്കുന്നവൻ ഇന്നുണ്ടോ? അദ്ദേഹം വെറും ഒരു സാമൂഹിക പരിഷ്കർത്താവാണെന്നും ഒരു ഹിന്ദു സന്യാസി അല്ലെന്നും ദിവ്യയോഗി അല്ല എന്നുമൊക്കെ പറയുന്നവരോടൊപ്പം തന്നെയാണ് ശ്രീനാരായണീയരെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അനുസരിക്കാതെ നടക്കുന്ന ഇത്തരക്കാർക്കും സ്ഥാനം. ഗുരുദേവൻ ഒരു സംസ്കൃത പണ്ഡിതനാണ്. വേദാന്തങ്ങളിൽ അതീവ ജ്ഞാനം നേടിയ ആള്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ വേദശാസ്ത്രപരമായി തന്നെ പ്രതിഷ്ഠിച്ചയാള്. ആയിരക്കണക്കിന് സംസ്കൃത ശ്ലോകങ്ങളും കാവ്യങ്ങളും എഴുതിയ ആള്. നമ്മുടെ ദേവീദേവന്മാരെ കുറിച്ച് ആയിരക്കണക്കിന് സ്തുതികളും സ്തോത്രങ്ങളും സ്തവങ്ങളും എഴുതിയിട്ടുള്ള ഒരാള്. അത് സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമുണ്ട്. സിദ്ധയോഗ സമ്പ്രദായത്തിലെ അതീന്ദ്രിയങ്ങൾ മുഴുവൻ ആർജിച്ചയാള്. ഇങ്ങനെ പലതുമാണ് ശ്രീനാരായണ ഗുരുദേവൻ. അല്ലാതെ വെറും ഒരു സാമൂഹിക പരിഷ്കർത്താവല്ല. എന്നാൽ ഈ സമൂഹത്തെ പരിഷ്കൃതമാക്കുന്നതിന് വേണ്ടി തന്നെ ജനിച്ചയാള്. സ്വാമി ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളം ഹിന്ദു ന്യൂനപക്ഷ പ്രദേശമായിട്ട് മാറിയേനെ. ഒരുപക്ഷെ ഒരു ന്യൂനപക്ഷമായിട്ട് പോലും ഹിന്ദുക്കൾ ഉണ്ടാവുമായിരുന്നില്ല.